തന്നെ നാം പ്രതീക്ഷിച്ചതു തന്നെ സംഭവിച്ചു എന്ന് വേണം പറയാൻ. ഇറാനും ഇസ്രയേലും തമ്മിൽ യുദ്ധം ആരംഭിച്ചിരിക്കുന്നു. ടെഹ്റാനിൽ സ്ഫോടനങ്ങൾ ശബ്ദങ്ങൾ ഉയർന്നതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, കുറച്ച് ആഴ്ചകളായി അമേരിക്ക മിഡിൽ ഈസ്റ്റ് മേഖലയിൽ വലിയ സൈനിക സന്നാഹം ഒരുക്കുകയും ഇറാനെ ഇന്ന് ആക്രമിക്കും നാളെ ആക്രമിക്കും എന്ന് പറഞ്ഞ് ഭീഷണി മുഴക്കുകയും ഇറാന്റെ ഭാഗത്തു നിന്നും അതിശക്തമായ ഭീഷണി തുടരെ ഉണ്ടാവുകയും ചെയ്തു. ഇപ്പോൾ ഇന്ന് ഈ സമയം വരുന്ന വാർത്ത എന്ന് പറയുന്നത് ഇസ്രയേലും അമേരിക്കയും ചേർന്നുകൊണ്ട് ടെഹ്റാനിൽ വ്യാപകമായ ആക്രമണം അയച്ചുവിട്ടു എന്നുള്ളതാണ്. അതിനുശേഷം ഇസ്രയേലിൽ ഉടനീളം സൈറണുകൾ മുഴങ്ങുകയും തൻ്റെ ഇസ്രയേലിലെ ജനതക്ക് സുരക്ഷിതമായ താവളങ്ങൾ തേടുവാനുള്ള ഒരു നിർദ്ദേശം നൽകുകയും ചെയ്തു എന്നുള്ളതാണ്. കാരണം ഇറാനിൽ നിന്ന് വളരെ കൃത്യമായും ശക്തമായുള്ള മിസൈൽ ആക്രമണം ഏതു നിമിഷവും പ്രതീക്ഷിച്ചു കൊള്ളാമെന്നാണ് IDFന്റെ വക്താവ് ഇസ്രയേലി ജനതക്ക് കൊടുക്കുന്ന മുന്നറിയിപ്പ് എന്ന് പറയുന്നത്. തീർച്ചയായും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള ഭീഷണികൾ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ഭാഗത്തു നിന്നുണ്ടായപ്പോൾ ഞങ്ങളെ ഏതെങ്കിലും രീതിയിൽ ആക്രമിച്ചു കഴിഞ്ഞാൽ ഒരു വലിയ യുദ്ധത്തിന് ഒരുക്കമെന്നോണം തിരിച്ചടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് ഇറാന്റെ ഭാഗത്ത് നിന്നുണ്ടായതാണ്. പക്ഷേ ഈ ഒരു ചർച്ചകൾ ഒമാന്റെ മധ്യസ്ഥതയിൽ 3 ചർച്ചകൾ നടന്നു. 3 ചർച്ചകൾക്ക് ശേഷവും ഈ അവസാന ചർച്ചകൾക്ക് ശേഷവും ഇറാൻ വളരെ പുരോഗതി ഉണ്ട് എന്നായിരുന്നു പറഞ്ഞതെങ്കിൽ, പക്ഷേ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഒരു പുരോഗതി എന്ന വണ്ണം ഒരു മറുപടി ലഭിച്ചിരുന്നില്ല. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഇസ്രയേലിലെ അമേരിക്കൻ ഉദ്യോഗസ്ഥരോട് വേണമെങ്കിൽ നിങ്ങൾക്ക് രാജ്യം വിടാമെന്ന നിർദ്ദേശവും ഉണ്ടായിരുന്നു. ഇത്തരത്തിലൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു ആക്രമണം വരും ദിവസങ്ങളിൽ ഉണ്ടാകും എന്ന പ്രതീക്ഷ ചില അന്തർദേശീയ അനലിസ്റ്റുകൾ പറഞ്ഞിരുന്നുവെങ്കിൽ അതു തന്നെ സംഭവിച്ചിരിക്കുന്നു ഇന്ന് എന്ന് വേണം പറയാൻ. ഇസ്രയേലും അമേരിക്കയും ഇറാനെ ആക്രമിച്ചിരിക്കുന്നു. ഇനി മിഡിൽ ഈസ്റ്റ് മേഖലയിൽ യുദ്ധഭീതിയിലാണ് വരും ദിവസങ്ങൾ കടന്നു പോകുക. കഴിഞ്ഞ കാലങ്ങളിൽ, അതായത് കഴിഞ്ഞ ജൂണിൽ 12 ദിവസത്തെ യുദ്ധത്തെ അപേക്ഷിച്ച് അമേരിക്ക മേഖലയിൽ ഈ പ്രാവശ്യം വളരെ വലിയ സൈനിക സന്നാഹം നടത്തിയിട്ടുണ്ടത് മാത്രവുമല്ല, ഇസ്രയേലിൽ അവരാൽ കഴിയുന്ന രീതിയിലുള്ള എല്ലാവിധ ഇറാൻ മിസൈലുകളെ തടുക്കുവാനുള്ള സജ്ജീകരണങ്ങളും ഒരുക്കി വെച്ചിട്ടുണ്ട്. ലോകത്ത് തന്നെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലായ ആർഫോൾഡ് ഇപ്പോൾ ഇസ്രയേലി തീരത്ത് വന്നണഞ്ഞു നിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ഇസ്രയേലി തീരത്ത് വന്നത്. തീർച്ചയായും അതിൻ്റെ ഏറ്റവും വലിയ ഉപകാരം എന്ന് പറയുന്നത് ഇസ്രയേലിലേക്ക് വരുന്ന മിസൈലുകളെ തടുക്കലായിരിക്കും അതിൻ്റെ പണി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത്തരത്തിൽ ഇസ്രയേലും അമേരിക്കയും എല്ലാവിധ സൈനിക സന്നാഹവും നടത്തിക്കൊണ്ടുള്ള ഈ ആക്രമണം ഏതുവരെ പോകും, ഇറാൻ ഏത് രീതിയിലൊക്കെ തിരിച്ചടിക്കും, ഗൾഫ് മേഖലയിലെ ഇറാൻ അമേരിക്കയുടെ ബേസുകളെ അടിക്കുമോ, അതോ ഇസ്രയേലിന് മാത്രമായി ആക്രമണം ഒതുക്കുമോ, അമേരിക്കൻ യുദ്ധക്കപ്പലുകളിലേക്ക് ആക്രമണം അയച്ചുവിടുമോ, ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെയും വരും ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാം. തൽക്കാലം ഇറാനും ഇസ്രയേലും തമ്മിൽ, അമേരിക്കയും ഇസ്രയേലും സംയുക്തമായി ഇറാനിൽ ആക്രമണം അയച്ചുവിട്ടിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. തൽക്കാലം വീണ്ടും കാണാം.